നമ്മൾ കൂടി വന്നിരിക്കുന്നത്. പ്രൈസലോ ആമേൻ. നമ്മൾ ഒരു കാരണവശാലും ലജ്ജിപ്പാൻ ഇടവരുത്തത്തില്ല. വഴിയിൽ വലയുവാൻ ദൈവം കർത്താവ് ഇടവരുത്തത്തുമില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് സാധ്യമായി തീരും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. നമ്മുടെ പ്രാർത്ഥനയാകുന്നു ആമേൻ സാക്ഷ്യത്തിലൂടെ ആമേൻ എന്ന് ആമേൻ ചുരുങ്ങിയ പേര് സാക്ഷ്യത്തിലൂടെ പറയാൻ തനിക്ക് വേദങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനിടയെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് ആമേൻ ദൈവത്തോട് യാചിക്കുവാൻ ആമേൻ എന്ന കർത്താവ് നമ്മളെ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവം എന്ന കർത്താവ് ഒരുക്കിയില്ലെങ്കിൽ നമുക്ക് വരാൻ കഴിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരുങ്ങി വന്ന മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവം എന്ന കർത്താവ് അവരുടെ കാര്യങ്ങളൊക്കെ സാധ്യമാക്കി കൊടുക്കണം. അവരുടെ ആമേൻ ദൈവം അവരെ ആമേൻ സ്തോത്രം നിറച്ചയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് ഞാൻ സ്തോത്രം സഭായോഗത്തിലേക്ക് നിങ്ങളെ മുഴുവൻ പേരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഇന്ന് പകൽക്കാലത്തിൽ പ്രാർത്ഥന കൂട്ടായ്മയാണല്ലേ, പ്രാർത്ഥന ആരാധനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരെ ഓർത്ത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അപേക്ഷയല്ലേ? അപേക്ഷ കഴിക്കുകയാണ്. അപേക്ഷയാണ് പ്രാർത്ഥന. ഒരു കോടതിയിൽ ചെന്നാൽ കോടതിയിൽ നമ്മൾ അപേക്ഷ കഴിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ എഴുതിയിരിക്കും പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന ഇതാണെന്നോ, എൻ്റെ അപേക്ഷ ഇതാണ്, എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ നിലവിളി ഇതാണ് ആമേൻ എന്ന് നമ്മൾ എഴുതി വയ്ക്കാറുണ്ട്. ആമേൻ. നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ ഇത് സത്യം 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 എന്ന അടിയിൽ എഴുതാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആമേൻ ലോകത്തിൻ്റെ ഗതിയനുസരിച്ച് ലോകപ്രകാരമുള്ള ആമേൻ ആമേൻ അതങ്ങനെയാണ്. ലോകത്തിൻ്റെ നിയമ കോടതികളിൽ അങ്ങനെയാണ്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. നമ്മുടെ പ്രാർത്ഥന ലോകത്തോടല്ലോ, നമ്മുടെ പ്രാർത്ഥന ദൈവത്തോടാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആദ്യനും അന്ത്യനുമാകുന്നു നമ്മുടെ ദൈവത്തോടാകുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടാകുന്നു നമ്മുടെ പ്രാർത്ഥന മുഴുവനും. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, ലൂക്കോസിനെ എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് ആമേൻ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ എന്നുള്ള. മടുത്തു പോകാതെ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ സാഹചര്യത്തിൽ നിന്നാണ് തുടങ്ങിയത്, ഈ വചനത്തിൽ നിന്നാണ് തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നൊരു വചനം വായിച്ചു എങ്കിൽ തന്നെ ഈ വചനത്തിൽ നിന്നാണ് തുടങ്ങിയത്. ആമേൻ. പിന്നെ ഈ കർത്താവ് എന്നോട് സംസാരിച്ച തലത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇവിടെ നിന്നാണ് ഇന്ന് പകൽക്കാലത്തിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം ആയതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പീൻ. ആമേൻ എന്ന് പറഞ്ഞതിന് സാരാംശം എന്ന് പറയുമ്പോൾ ആമേൻ മടുത്തു പോകാം. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഹല്ലേലൂയ ഭൗമ ജീവിതത്തിൽ ഒത്തിരി മടുത്തു പോകാം, ഒത്തിരി തളർന്നു പോകാം, ഒത്തിരി ക്ഷീണിച്ചു പോകാം. ആമേൻ. ഒത്തിരി പതറിപ്പോകാം, ഒത്തിരി പിന്മാറ്റത്തിലേക്ക് പോകാം. എങ്കിലും ദൈവാത്മാവ് പറയുന്നു നമ്മുടെ ജീവിതം ആമേൻ സാഹചര്യങ്ങളെ നോക്കിയാൽ ഒത്തിരി തളർന്നു പോകാവുന്ന അനുഭവമാണ്, ഒത്തിരി മടുത്തു പോകാവുന്ന. ആമേൻ. പലപ്പോഴായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ നമ്മൾ ദീർഘനാളായി പ്രാർത്ഥിച്ചു വരുന്നു, നമ്മുടെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ലല്ലോ, നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്താഗതി നമ്മുടെ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. എന്തൊക്കെ തന്നെ ആയിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, മുട്ടിൽ മേലിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഇടപെടാതെ പ്രാർത്ഥിക്കാറുണ്ട്, പലതരത്തിലും പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴായി സാധിച്ചതായി കാണുന്നില്ല. നമ്മളെപ്പോഴും ആമേൻ തളർന്ന് നുറുങ്ങിയൊക്കെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ആയതിനെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് പറയുകയാണ് ലൂക്കോസ് സുവിശേഷത്തിൽ 18:1 പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ, വീണു പോകാതെ പ്രാർത്ഥിപ്പീൻ.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ തളരത്തില്ല, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും, യേശുവിനോട് ഞാൻ അപേക്ഷിക്കും, എൻ്റെ കർത്താവിനോട്, എൻ്റെ പ്രാണനാഥനോട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ, എൻ്റെ ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റുവാൻ, ആമേൻ, എൻ്റെ ജീവിതാനുഭവങ്ങൾക്കൊന്നിനും കഴിയത്തില്ലെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ തളർന്ന് പോകത്തില്ല, വീണ് പോകത്തില്ല. എൻ്റെ സാഹചര്യങ്ങൾ എന്നെ തളർത്തുന്ന അനുഗ്രഹം, സാമ്പത്തികമായി, ശാരീരികമായി, ആമേൻ, രോഗസംബന്ധമായി, ഭാരം സംബന്ധിച്ച്, ആമേൻ, ഏത് തലത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ കയറി വന്നാലും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന്, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പിന്മാറി പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല, മടുത്തു പോകത്തില്ല. ഇത് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ, വിശ്വാസത്തോടു കൂടെ ആമേൻ ദൈവസന്നിധിയിലുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ ലേഖനം 5:15, 16, 17, 18 വചനങ്ങൾ വായിക്കുമ്പോൾ ആമേൻ, അവിടെ കാണുവാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനമാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പീൻ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിലാണ് കാര്യങ്ങൾ സാധ്യമായി തീരുന്നത്. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാത്തവൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം സാധ്യമാകത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്താണ് ഞാൻ പറഞ്ഞത്? അപേക്ഷ കഴിക്കുക. അവൻ കർത്താവ് പറഞ്ഞു, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ ലഭിക്കും. ആരോടാകുന്നു നമ്മൾ അപേക്ഷ കഴിക്കുന്നത്? ലോകത്തോടല്ല, ദൈവത്തോടാണ്. അതുകൊണ്ട് ലോകത്തോട് നമ്മൾ അല്ല, ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷകൾക്ക് ആമേൻ മറുപടി ലഭിക്കും. മുട്ടുവിൻ തുറക്കപ്പെടും, തുറക്കം നിനക്ക് തുറന്ന് കിട്ടും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അന്വേഷിപ്പീൻ, ആമേൻ, നിങ്ങൾ കണ്ടെത്തും. ഷുവർ, 100% നിങ്ങൾ കണ്ടെത്തും. യാചിപ്പീൻ, നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, ആമേൻ, നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു ആരുടെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഇന്ന് പകൽക്കാലത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തെ നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ആമേൻ, എല്ലാം പകരുന്നൊരു കർത്താവാണ് നമ്മുടെ ദൈവം. കർത്താവ് അവൻ നമുക്ക് സകലത് നൽകുവാനിടയെ തീരും. ഹല്ലേലൂയ, ആമേൻ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:15, 16, 17 വചനം, 18 വചനം വായിക്കുമ്പോൾ അവിടെ എന്നെ ഓർപ്പിപ്പിച്ചൊരു കാര്യമുണ്ട്. ആരും തിന്മയ്ക്ക് പകരം, പ്രൈസലോ, ആമേൻ, ഞാൻ വായിക്കാം. ആമേൻ. അവിടെ പറയപ്പെടുന്നത് അത് സാഹചര്യം എന്നെ ഉണർത്തിച്ച ആ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഏത് സാഹചര്യത്തിലും എപ്പോഴും ഞാൻ നന്മ ചെയ്യും. സന്തോഷത്താൽ, ആമേൻ, എന്തൊക്കെ വന്നാലും ഞാൻ എപ്പോഴും സന്തോഷിക്കും. ആമേൻ, ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഇടവിടാതെ ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, എപ്പോഴും. ആമേൻ, ഹല്ലേലൂയ. ഇടവിടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഇടവിടാതെ, മടുത്തു പോകാതെ, വിശ്വാസത്തോടുകൂടെ എപ്പോഴും. ആമേൻ, ആമേൻ. പിന്മാറ്റക്കാരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല, എപ്പോഴും കാണത്തില്ല. കുറച്ചു നേരമൊക്കെ കാണും, പിന്മാറ്റക്കാർ പിന്നെ കാണത്തില്ല, പിന്നെ അവരെവിടെയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പിന്മാറ്റത്തിലല്ല, ആമേൻ, ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിലാണ് ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു ചെല്ലും. ഞാൻ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആമേൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വായിച്ചാലും ആമേൻ, 1 തെസ്സലോനിക്കർ 5:15 മുതൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. മതി. സ്തോത്രം. അവിടെ പറയുന്നത് എപ്പോഴും നന്മ ചെയ്വീൻ. പിന്നെ പറയുന്നത് എപ്പോഴും ഞാൻ സന്തോഷിപ്പീൻ. പിന്നെ പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. എപ്പോഴും പ്രാർത്ഥിക്കും. ഇവിടെ പറയപ്പെടുന്നത് ഞാൻ എപ്പോഴും നന്മ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ പ്രാർത്ഥനയുള്ള ദൈവങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ആമേൻ തീരുമാനമാണ്, പ്രത്യാശയാണ്. ആമേൻ, ഞാൻ നന്മ ചെയ്യും, തളർന്നു പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ലോകത്തിൽ അനുഭവങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ഞാൻ തളർന്നു പോകത്തില്ല. ആമേൻ, ക്ഷീണിച്ച് പോകത്തില്ല. ഞാൻ നന്മ ചെയ്യും. എനിക്ക് കഴിവുള്ളപ്പോൾ ഞാനത് ചെയ്യും. പ്രാപ്തി, ആമേൻ,
ഉള്ളപ്പോൾ ഞാനത് ചെയ്യും, അതിനർഹതയായവർക്ക് ഞാൻ ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ സഹപ്രവർത്തകർക്ക് ഞാൻ ചെയ്യും. എൻ്റെ അപ്പന് വേണ്ടി ഞാൻ നന്മ ചെയ്യും, അമ്മയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, ആമേൻ, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ നന്മ ചെയ്യും, എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ നന്മ ചെയ്യും, എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ നന്മ ചെയ്യും. ഹല്ലേലൂയ. അതിൽ നിന്ന് തളർത്തുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും നന്മ ചെയ്യുകയും എന്ന് കർത്താവ് പറയുന്നത്. ആമേൻ, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ആമേൻ നമ്മൾ ആമേൻ പുറകോട്ട് പോകാതെ, പിന്മാറിപ്പോകാതെ എപ്പോഴും എപ്പോഴും നമ്മളെപ്പോഴും ഉണ്ട്. ആമേൻ, പെട്ടെന്ന് കയറി വരുന്നതല്ല, അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൻ്റെ നിമിത്തം കയറി വരുന്നതല്ല. അല്ലേ, എപ്പോഴും നമ്മളുണ്ട്, ദൈവസന്നിധിയിൽ എപ്പോഴും ഉണ്ട്. കർത്താവ് പറഞ്ഞത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇടവിടുമ്പോൾ ശത്രു കയറി ഇടപെടുവാനിടയിൽ തീരും. ശത്രു ഇടപെട്ട് ആമേൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകറ്റുവാനിടയിൽ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാനിടയിൽ തീരും. നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത ശത്രു ആമേൻ, ആമേൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെ അകറ്റിക്കൊണ്ടു പോകുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയപ്പെടുന്നത് ആമേൻ, ഒന്ന് തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിൽ ഞാൻ നന്മ തന്നെ ചെയ്യുമെന്ന് ഭക്തന്മാർ പറയുകയാണ്. ആമേൻ, നന്മ തന്നെ ചെയ്യുന്നു. നമുക്ക് ആമേൻ ദൈവസന്നിധിയിൽ പ്രത്യാശിക്കാം. നമുക്ക് ആ വിശ്വാസത്തോടെ ഞാൻ നന്മ തന്നെ ചെയ്യും. എന്തു തന്നെ ജീവിതത്തിൽ നേരിട്ടാലും, എന്തു തന്നെ വന്നാലും, ഏതു തലത്തിലുള്ള അനുഭവം നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, ഞാൻ നന്മ തന്നെ ചെയ്യും. അതിന് ആമേൻ മാറ്റമില്ല, പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ സന്തോഷിക്കും, ഞാൻ ദൈവത്തെ എപ്പോഴും സന്തോഷിക്കും, ഞാൻ എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പിന്നെയും നമ്മൾ നോക്കിയാൽ ദൈവജനം വായിക്കുമ്പോൾ ദൈവാത്മാവ് കാണുന്ന ഒരു കാര്യമാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക്. ആമേൻ, ഞാൻ ഇന്നലെ കടന്നു പോകാനിടയിൽ തീർന്നിട്ടോ. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് ഞാൻ ഒന്ന് കടന്നു പോയപ്പോൾ ആമേൻ, ഇയ്യോബിൻ്റെ പുസ്തകമായി 1:5 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു. തൻ്റെ ഇയ്യോബ് പറയുന്നൊരു കാര്യമാണ് അവിടെ. ഇയ്യോബ് ഭക്തനായ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭക്തനാകുന്ന ഇയ്യോബ് പറയുന്നൊരു കാര്യം. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തോടു കൂടെ നടക്കുന്ന ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത് നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. അങ്ങനെ ആമേൻ, ഒരു ഭക്തൻ ദൈവത്തോടു കൂടെ നടക്കണം. തൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ആമേൻ, തൻ്റെ പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവം കർത്താവ് ഇയ്യോബിനെ ഒത്തിരി അനുഗ്രഹിപ്പാനിടയിൽ തീർന്നു. ആടുമാടുകൾ, ആമേൻ, വിതാക്കൊയ്ത്ത് സകലതും, ആമേൻ, ദാസിദാസന്മാർ, മൃഗസമ്പത്ത്, അങ്ങനെ ഒത്തിരി ദേശത്ത് അവന് നൽകി ഇയ്യോബിനെ അനുഗ്രഹിച്ചു വച്ചിരുന്നു. ഹല്ലേലൂയ. ആമേൻ, അനുഗ്രഹിച്ചു വച്ചിരുന്നു. അതിൻ്റെ നടുവിലാണ് ഒരു സന്ദർഭത്തിൽ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ, ഒത്തിരി വായിച്ചും കേട്ടും ഗ്രഹിച്ചും ഒക്കെ ഇരുന്നത് പോലെ, ആമേൻ, പെട്ടെന്നൊരു സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിൽ പരീക്ഷയുടെ കാലം കടന്നു വരുവാനിടയായിരുന്നു. ആമേൻ, സാത്താനും, പരീക്ഷകരാകുന്ന സാത്താനും ദൈവമായിട്ടുള്ള വടംവലിയുടെ നടുവിൽ ആമേൻ, ഹല്ലേലൂയ, ഇയ്യോബ് ആമേൻ അകപ്പെടുവാനിടയിൽ തീർന്നു. ഇയ്യോബിനെ അതുവരെ ദൈവമെന്ന കർത്താവ് വേലി കെട്ടി പരിപാലിക്കുകയായിരുന്നു. അവനും അവനുള്ളതിനെയൊക്കെയും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ മുഴുവനും ദൈവമെന്ന കർത്താവ് വേലി കെട്ടി പരിപാലിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലാണ് ആമേൻ ഇയ്യോബിൻ്റെ പുസ്തകം 1:5 വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇയ്യോബ് പറയുന്നു, തൻ്റെ പുത്രന്മാർ, അപ്പോൾ ഒന്ന് വായിച്ചാലും ഇയ്യോബിൻ്റെ, എന്നാൽ വിരുന്നു നാളുകൾ 1:5 മുതൽ, എന്നാൽ വിരുന്നു നാളുകൾ, എന്താ നാളുകൾ? എന്നാൽ വിരുന്നു നാളുകളിൽ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് അവിടെ പറയപ്പെടുന്ന വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ. നമ്മളിന്ന് നടക്കുന്നത് വിരുന്നുനാളാണ്. വിരുന്നുനാൾ 1-ാമത്തെ ദിവസം വിരുന്നുനാളാണ്. വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ 7 ദിവസം നമ്മളിങ്ങനെ കൂടി വരികയാണ്. അപ്പോഴത് വട്ടം തികഞ്ഞ് വരികയാണ്. ഇന്ന് നമ്മൾ ആരാധന കഴിഞ്ഞ് പോയ അടുത്ത ആഴ്ചയിൽ പിന്നെ ഈ ഞായറാഴ്ച കയറി വരികയാണ്. വിശുദ്ധ ദിവസം കയറി വരികയാണ്. വിരുന്നുനാളാണ്. ഈ വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് അവിടെ പറയപ്പെടുന്നത് തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്നാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഇയ്യോബിന് കൊടുത്തിട്ടുള്ള മക്കൾ അവർ ഏതോ ചില കാരണത്താൽ, അല്ലെങ്കിൽ തങ്ങൾ മക്കളുടെ ജീവിത അനുഭവങ്ങളുടെ നടുവിൽ ചിലപ്പോൾ തളർന്നു പോയേക്കാം, അല്ലെ പിന്മാറ്റം പോയേക്കാം. ആമേൻ, ഹല്ലേലൂയ. ചിലപ്പോൾ മടുത്തു പോയേക്കാം, പിന്മാക്കം പോയേക്കാം. എപ്പോഴും പ്രാർത്ഥിക്കാത്തവരായിരിക്കാം. തങ്ങളുടെ പ്രാർത്ഥന കുറവ് നിമിത്തം
ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തെ ത്യജിച്ചു പോയേക്കാം എന്ന് ഇയ്യോബ് കരുതുകയാണ്. ഇയ്യോബ് കരുതുകയാണ് അങ്ങനെ തൻ്റെ മക്കളെ ഓർത്തിട്ട്, ഇയ്യോബ് തൻ്റെ മക്കളെ ഓർത്തിട്ട് തനിക്ക് താൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആമേൻ, ഇയ്യോബ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇയ്യോബിന് ദൈവം കൊടുത്ത മക്കള് ചിലപ്പോൾ ആമേൻ ആമേൻ ഹല്ലേലൂയ ചിലപ്പോൾ ആമേൻ പാപം ചെയ്തു പോയേക്കാം. ഹല്ലേലൂയ. ആമേൻ. എന്ന് ഇയ്യോബ് ചിന്തിച്ചിട്ട്, ഇയ്യോബ് ഓർത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പതിവായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ആമേൻ. തൻ്റെ പുത്രന്മാർ ആഴ്ചവട്ടത്തിൽ കൂടുമ്പോൾ ആമേൻ തൻ്റെ പുത്രന്മാർ ചിലപ്പോൾ ആമേൻ അവരുടെ ജീവിതത്തിൽ മടുപ്പ് വന്നിട്ട്, പ്രാർത്ഥന കുറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയേക്കാം. അവർ പാപം ചെയ്തേക്കാം. അതിനുവേണ്ടി ആ പരിഹാരത്തിനു വേണ്ടി ഇയ്യോബ് ആമേൻ എല്ലായ്പ്പോഴും ഇടവിടാതെ ആമേൻ പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അതിനൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 5:1-5. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു, ദൈവത്തെ ഹൃദയം കൊണ്ട് തേച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നു. നമ്മൾ ഇടപെടാതെ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. എല്ലായ്പ്പോഴും കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പി, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പി. ഇയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി ആമേൻ അവർ ചിലപ്പോൾ ആമേൻ ലോകസഹജമാണ് ജീവിതം. ആമേൻ അതിൻ്റെ നടുവിൽ ചിലപ്പോൾ ആമേൻ സാഹചര്യം നിമിത്തം ഹല്ലേലൂയ അവർ ദൈവത്തെ വിട്ട് അന്യപ്പെട്ട് പോയേക്കാം. അവർ പിൻവാക്കം പോയേക്കാം. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ മടുപ്പ് വന്നിട്ട് ചിലർ പറഞ്ഞിട്ടില്ലേ, മടുത്തു, ആരാധിച്ച് മടുത്തു, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, പോകുന്നില്ല, ഞാൻ വീട്ടിൽ ഇരിക്കാൻ പോവാം, മടുത്തു. ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. ആമേൻ. പ്രാർത്ഥിച്ചതിലും ആമേൻ ഓടേണ്ട സ്ഥലം ഇനിയില്ല. അവിടെ ആ മലയിലോടി, അപ്പുറത്തെ മലയിലോടി, ഇപ്പുറത്തെ മലയിലോടി, അങ്ങ് പല പ്രദേശങ്ങളിലോടി, കാട്ടാക്കട, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം എല്ലായിടത്തും ഓടിക്കളി. ആമേൻ. ഇനി മതി. ആമേൻ. മടുത്തിരിക്കുന്നു, ഇനി ഞാൻ ഓടുന്നില്ല. എല്ലാ സ്ഥലത്തും ഒക്കെ ഓടി നോക്കി. അങ്ങനെ ഇയ്യോബ് അവൻ മടുത്തിട്ട് ചിലപ്പോൾ ദൈവത്തെ ത്യജിച്ച് ഇതിന്റെ ദൈവത്തെ ഒന്നും ആരാധിക്കുന്നില്ല. ലോകം പറയുന്ന അങ്ങനെയാണ്, ദൈവമക്കളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ലോകം പറയുന്ന അങ്ങനെ ലോകക്കാര് എന്തൊക്കെ കാണാമോ, എന്തൊക്കെ കേൾക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്തൊക്കെ അനുഭവിക്കാന്ന് പറഞ്ഞ് ഒരു ഓട്ടമൊക്കെ ഓടുകയാണ്. പിന്നെ മടുത്തിട്ട് അവർ പിൻപോക്കം പോവുകയാണ്. ആമേൻ. ദൈവത്തെ ത്യജിച്ചു പറയണം. ദൈവത്തെ ആരാധിച്ച് എന്ത് കിട്ടും? എന്താ കിട്ടുക? എന്തെങ്കിലും കിട്ടുമോ? ഹല്ലേലൂയ എന്ന് ഒത്തിരി ലഭിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ ആമേൻ ദൈവം പരിഹരിച്ചു തരുമെന്ന് ചോദ്യചിഹ്നം ഉയർത്തിയേക്കാം. അവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് അവൻ്റെ മക്കൾ ആമേൻ അല്ലെങ്കിൽ അടിക്കടി ഇയ്യോബിന്റെ ജീവിതത്തിൽ ആമേൻ മടുത്തു പോയിട്ട് അവർ പിന്നോക്കം പോയിട്ട് പാപം ചെയ്തേക്കാമെന്ന് ഇയ്യോബ് കരുതിയിട്ട് അവരുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവരെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പതിവ്. സ്ഥിരമായി ആമേൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന പതിവായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. അതേ സ്ഥാനത്ത് ഹല്ലേലൂയ ഇയ്യോബിൻ്റെ പുസ്തകം 2:9 വായിക്കുമ്പോൾ ആമേൻ അതൊന്ന് വായിച്ചാലും ഇയ്യോബ് 2:9 അതേ സ്ഥാനത്ത് തങ്ങളുടെ നന്മകൾ ഒരിക്കൽ നഷ്ടപ്പെടുവാനിടയിൽ തീർന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു സമയത്ത് നന്മ ഉണ്ടായിരുന്നു, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തിരുന്ന ഒത്തിരി നന്മകൾ ഉണ്ടായിരുന്നു. അത് വായിച്ചാട്ടെ. അതൊന്ന് 2:9 ഇയ്യോബ് 2:9. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തേച്ചു കളഞ്ഞിട്ട് മരിച്ചു കളക എന്ന് പറഞ്ഞു. ആമേൻ. അവിടെ പറയുന്നത് മതി. അവിടെ ഇയ്യോബിന്റെ ഭാര്യ പറയുന്നൊരു കാര്യമാണ്. ഇയ്യോബിനോട് പറയുകയാണ്, ഇയ്യോബിന്റെ ഭക്തി നീ ഇനിയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ?
നീ ആമേൻ ദൈവത്തെ മുഖത്ത് നോക്കി ത്യജിച്ചു പറഞ്ഞിട്ട് നീ മരിച്ചു കളക. ഹല്ലേലൂയ. തെച്ച് അതിന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ആമേൻ തങ്ങളുടെ ജീവിതത്തിലെ ദൈവം കൊടുത്തിരുന്ന നന്മകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടമായി പോകുവാനിടയിൽ എല്ലാം ചിതറി, എല്ലാം താറുമാറായി. മക്കൾ പോയി, മരുമക്കൾ പോയി, കൊച്ചുമക്കൾ പോയി, വസ്തുവകളെല്ലാം പോയി, ആടുമാടുകൾ പോയി, ആമേൻ വിതയി കൊയ്ത്തും എല്ലാം പോയി. ആമേൻ പരീക്ഷാ കാലഘട്ടത്തിൽ ഇയ്യോബ് മാത്രം അങ്ങനെ തനിയെ ചഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ആമയാകുന്നു ഇയ്യോബിൻ്റെ ഭാര്യ വന്ന് പറയുന്ന മടുത്തിരിക്കുകയാണ് കേട്ടോ, മടുത്തിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ ഭാര്യ ആരാധിച്ച് മടുത്തു. ദൈവരാജ്യത്തിൽ ആമേൻ സേവ ചെയ്ത് തളർന്നു മടുത്തു. ഇയ്യോബിൻ്റെ ഭാര്യ പറയുകയാണ്, ദൈവം പറഞ്ഞു നീ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു, തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇവിടെ നന്മകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ തിന്മ കുറച്ചു നേരത്തേക്ക് തിന്മ കയറി വന്നപ്പോൾ, അല്ലെങ്കിൽ പരീക്ഷാ കാലഘട്ടത്തിൽ തിന്മ കയറി വന്നപ്പോൾ, ബുദ്ധിമുട്ട് കയറി വന്നപ്പോൾ, ഇല്ലായ്മ കയറി വന്നപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ പറയുന്ന ആ ബലഹീന പാത്രമാകുന്ന സ്ത്രീ, ജനങ്ങൾ ബലഹീന പാത്രങ്ങളല്ലയോ അവർ പറയുന്ന പാത്രം പറയണം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പറയാം സ്ത്രീജനങ്ങൾ ബലഹീന പാത്രമല്ലേ. പുരുഷന്മാർ വേല ചെയ്തുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ, ജോലി ചെയ്തുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവരും പെട്ടെന്ന് തെറ്റിപ്പോകാം. അല്ലയോ മനുഷ്യ, എന്തിനാ അവൻ ജോലിക്ക് പോയി കൂടെ എന്നൊക്കെ ചോദിച്ചേക്കാം. ഒത്തിരി കാര്യങ്ങൾ സ്ത്രീജനങ്ങൾ പുരുഷന്മാരോട് ചോദിച്ചേക്കാം. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബിനോട് ഭക്തനാകുന്ന ഇയ്യോബിനോട് അനുദിനം തങ്ങൾക്കുള്ളതിന് എല്ലാത്തിനും വേണ്ടി അനുദിനം ഇടപെടാതെ പ്രാർത്ഥിച്ചു വന്ന ഇയ്യോബിനോട് പറയാണ്, നീ നിന്റെ വിശ്വാസം, നിന്റെ പ്രാർത്ഥനകളൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് നീ മരിച്ചു കളകാന്ന് പറയുവാനിടയിൽ തീർന്നു. ഇയ്യോബ് അതിന് മറുപടി പറഞ്ഞത് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, നന്മകൾ പ്രാപിച്ചു, നന്മകൾ പ്രാപിച്ചു. ഇപ്പോൾ തിന്മ പ്രാപിക്കുന്നു. തിന്മ പ്രാപിച്ചിരിക്കുന്നു, നന്മ പ്രാപിച്ചു, നമുക്ക് തിന്മയും പ്രാപിച്ചു കൂടായോ? ഉറച്ചു നിന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ദൈവത്തെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ഹല്ലേലൂയ മടുത്തു പോകാതെ, എപ്പോഴും മടുത്തു പോകാതെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിത്തീരുന്നു. അവൻ്റെ ആ ചരിത്രം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആദ്യോടന്തം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ്റെ ജീവിതത്തിലെ തളർത്തി കളയുന്ന, മടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. അവനോട് വാദിപ്പാൻ പറഞ്ഞ അവൻ്റെ സ്നേഹിതന്മാരൊക്കെ കടന്നു വന്നിട്ട് അവനെ മടുപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയുവാനിടയിൽ തീർന്നു. എങ്കിലും ഇയ്യോബ് ക്ഷീണിച്ചു പോയില്ല, അവൻ മടുത്തു പോയില്ല. ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. ആയത് നിമിത്തം അവനെ ദൈവം ഉയർത്തുവാനിടയിൽ തീർന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ കയറി വന്നാലും മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമ്മെ കരുതുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, എല്ലാറ്റിനുപരി നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവൻ നമുക്ക് നൽകും. എത്ര പേർക്ക് വിശ്വസിച്ച് നമ്മൾ പ്രാപിച്ചെടുക്കും. ഈ പരാജയങ്ങളൊന്നും തിന്മയ്ക്കായിട്ടുള്ള നന്മയ്ക്ക് ഇപ്പോൾ നമ്മൾ പരാജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അല്പ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അല്പ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വകരമായി തീരാൻ വേണ്ടിയാകുന്നു. ഇപ്പോൾ ഞങ്ങൾ രോഗിയായിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അല്പ കഷ്ടം അനുഭവിക്കുന്നു, ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് വീണ്ടും കടന്നു വരുമ്പോൾ, പ്രാർത്ഥിച്ച് പിന്നെയും കർത്താവിനോട് നിരപ്പ് പ്രാപിച്ചു വരുമ്പോൾ, പിന്നെ അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ പകരുവാനിടയും, അവൻ രോഗികളെ സൗഖ്യമാക്കിയവനിടയും, ബലഹീനരെ വിടിവിപ്പാനിടയിൽ തീരും. ഭൂതബാധിതരെ, ചന്ദ്രരോഗികളെ, പക്ഷപാതക്കാരെ എല്ലാവരെയും ദൈവം കർത്താവ് വിടിവിപ്പാൻ മതിയ ദൈവം. യോവന്റെ മുൻകാലത്തെക്കാളും പിന്നത്തെ കാലത്തെ ഈ യോവനെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ടുണ്ട്? എത്ര പേരും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും ദൈവമക്കളെ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യോബ് പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ കയറി വന്നപ്പോൾ, പരാജയം കയറി വന്നപ്പോൾ, തകർച്ച കയറി വന്നപ്പോൾ യോബ് പറഞ്ഞു, ഞാൻ നഗ്നനായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, ഞാൻ നഗ്നനായി ഇതിന് മടങ്ങി പോകും. ഹല്ലേലൂയ. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും.
എങ്കിലും എൻ്റെ കർത്താവിനെ ഞാൻ ആമേൻ ത്യജിച്ചു പറയത്തില്ല. ലോകമൊക്കെയും ത്യജിച്ചു പറയുന്നതിൻ്റെ നടുവിലാണ്, ആമേൻ ത്യജിച്ചു പറയുന്ന നടുവിലാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മടുത്തിട്ട് ത്യജിച്ചു പറയും, ആമേൻ, മടുത്തിട്ട് ത്യജിച്ചു പറയും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇസ്രായേൽ മക്കൾ ഒരിക്കലും ഇസ്രായേലിലേക്ക് കടന്നു പോകുമ്പോൾ അവർ കുടിക്കുവാനുള്ള വെള്ളത്തിങ്കരയിൽ വന്നു. അപ്പോൾ ആ വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ ആമേൻ ഇസ്രായേൽ മക്കൾ കനാലിലേക്ക് പോകുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ആമേൻ, ഹല്ലേലൂയ, അവർ കുടിപ്പാൻ കൊടുത്ത വെള്ളം കയ്പായിരുന്നു. ആമേൻ, മടുത്തിട്ട് ജനം നിലവിളിച്ചു. പ്രൈസലോ. അപ്പോൾ മോശ വന്ന് എന്താ ചെയ്തത്? ഒരു വടി വന്ന് കൊണ്ട് വെട്ടിയിട്ട് അവിടെ ഇട്ട് അത് മധുരമാക്കി തീർത്തു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് നമ്മുടെ നാടുകൊണ്ട് നമ്മളെ നടത്തുന്നുവെങ്കിൽ, നമ്മളെ പുറപ്പെടുവിച്ചുവെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി തരുവാൻ, ആമേൻ, നമ്മുടെ കർത്താവ് മതിയ ദൈവം. നമ്മുടെ കയ്പുകളെ, നമ്മുടെ ജീവിതത്തിലെ ആമേൻ ബുദ്ധിമുട്ടുകളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ മതിയ ദൈവം നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. നമ്മൾ ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ, അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 1-ാം അധ്യായം 28 ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ, ആമേൻ. അവിടെ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേൽ മക്കൾ, ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് നമുക്കറിയുന്നൊരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾ ഒരു സമയത്ത് മിസ്രൈമിലായിരുന്നു. ആ മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ മക്കളെ മോശ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, മോശ, ആമേൻ, അവരെ പുറപ്പെടുവിക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, ആമേൻ, പുറപ്പെടുവിക്കാനിടയിൽ തന്നു. ആ ഇസ്രായേൽ മക്കൾ അവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മോശ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇസ്രായേൽ മക്കളെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ നിനക്ക് അവകാശമാക്കി തരും. അതാക്കുന്നു വാഗ്ദത്ത ദേശം. ദൈവത്തെ ആരാധിക്കുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾക്കുള്ള അവകാശം അതാകുന്നു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ആ കനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നടത്തിക്കൊണ്ട് അവർ മരുഭൂമിയിലൂടെയൊക്കെ നടക്കണം. അവർ ആമേൻ, ആമേൻ, ഫറവോൻ്റെ ആമേൻ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവർ ഹല്ലേലൂയ ചെങ്കടൽ കടന്നു. മരുഭൂമിയിലൂടെ നടന്ന് മരുഭൂമിയിലൂടെ നടന്ന് അങ്ങനെ പോവുകയാണ് അവർ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ നടന്ന് 40 വർഷമൊക്കെ എത്താറായി. അപ്പോൾ ആമേൻ, ഹല്ലേലൂയ, ഏകദേശമൊക്കെ അങ്ങ് കനാനിൽ എത്താറായി കേട്ടോ. കനാനിൽ എത്താറായപ്പോൾ മോശ ദൂതന്മാരെ അയപ്പാനിടയിൽ തീർന്നു. ആ കനാൻ ദേശം എങ്ങനെ ഉണ്ടെന്ന് അറിയേണ്ടത്. നമുക്ക് ആ ദേശം എങ്ങനെയുണ്ട്, അത് അവകാശമാക്കിയെടുക്കാൻ പറ്റുകയില്ലയോ? അവിടുത്തെ ദേശത്തിലെ ജനം എങ്ങനെയാണ്? നല്ല അനുഭവം ഉള്ളതാണോ? പാലും തേനും ഉള്ളതാണോ? നമുക്ക് പാർപ്പാൻ പറ്റിയതാണോ എന്നൊക്കെ നോക്കുവാൻ വേണ്ടി ആമേൻ, ഹല്ലേലൂയ, മോശ അധിപന്മാരെ അയപ്പാനിടയിൽ തീർന്നു. 12 പേരെ തിരഞ്ഞെടുത്ത് ഓരോ ആമേൻ ഗോത്രത്തിൽ നിന്ന് 12 പേരെ വീതം പലരെയും തിരഞ്ഞെടുത്ത് അവരെ അവിടേക്ക് അയപ്പാനിടയിൽ തീർന്നു. അവർ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി, ആ കനാൻ ദേശം, മുൻപത്തെ കനാൻ ദേശം ആമേൻ ഒറ്റുനോക്കുവാൻ വേണ്ടി അയച്ചു. അങ്ങനെ പലരും അവിടെ ചെന്ന് ഒറ്റുനോക്കുവാൻ പോയി. എന്നാൽ പലരും, ഹല്ലേലൂയ, പലരും കടന്നു പോയിട്ട് മടങ്ങി വന്നിട്ട് പറയുകയാണ്. പല അധിപന്മാർ 12 പേരെ വെച്ച് ആമേൻ, ഹല്ലേലൂയ, മോശ തെരഞ്ഞെടുത്തു. ഈ ഗോത്രങ്ങൾ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ നിന്ന് അവ 12 പേരെ വെച്ച് അയക്കുകയാണ്. ആ കനാൻ ദേശത്തിൽ നിന്ന് ഒറ്റുനോക്കാം എങ്ങനെയുണ്ടോ നോക്കുവാൻ വേണ്ടി. അവിടെ പോയിട്ട് വന്ന ആമേൻ ചില, ഹല്ലേലൂയ, ആമേൻ, അധിപന്മാർ പറയുന്ന ചില കാര്യമാണ് ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 1:28 വായിക്കുമ്പോൾ അവിടെ ചില അധിപന്മാർ പറഞ്ഞ കാര്യം, ഹല്ലേലൂയ, അധിപന്മാർ പറഞ്ഞ കാര്യം അവിടെ ഒന്ന് വായിച്ചാലും 1:28. ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായകന്മാരും വലിയ പട്ടണവും ആകാശത്തോളം എത്തുന്ന മതിലും എന്ന് പറയുന്നുണ്ട്. അവിടെ അതൊക്കെ ഉണ്ട്. അത് വായിച്ചാലും ആവർത്തന പുസ്തകം 1:28 അവിടുത്തെ ഈ അധിപന്മാർ പറയാണ്, അധിപതികൾ പറയണ 50 പേർക്ക് അധിപതി, 1000 പേർക്ക് അധിപതി, 5000 പേർക്ക് അധിപതി, 1,00,000 പേർക്ക് അധിപതി. ഈ അധിപതി പറയുകയാണ്, ഹല്ലേലൂയ, ദേശം നമുക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് ആമേൻ, ഹല്ലേലൂയ, ഉറ്റുനോക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ എടുത്തില്ലായിരുന്നു ആവർത്തന പുസ്തകം 1:28.
അല്ല, അത് ഓരോരുത്തരുടെ ഗോത്രത്തിന്റെ പേരാണ്. 1:28 ഇസ്ഹാറിന്റെ മക്കളുടെ സന്തതികളെ കുലംകുലമായി. ആമേൻ, സ്തോത്രം. അങ്ങനെ വേണ്ട, പ്രൈസലോ, അത് വായിക്കണ്ട. അവിടെ പറയുന്ന ജനങ്ങൾ അവിടെ ഒറ്റുനോക്കാൻ പോയവരിൽ അധിപന്മാരും ഇവിടെ വന്ന് മടങ്ങി വന്ന് ഇസ്രായേൽ, ആമേൻ, ഹല്ലേലൂയ, കൂട്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ വന്ന് പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരെന്ന് പറയുകയാണ്. അവിടുത്തെ ജനങ്ങൾ നമ്മേക്കാൾ വലിയവർ. നമ്മള് ദൈവമാണ് നമ്മളെ അയച്ചിരിക്കുക. നമ്മൾ അവിടുത്തെ ജനം വലിയവരാണെങ്കിൽ നമുക്കിവിടെ എന്താ? ഹല്ലേലൂയ. ദൈവം എന്ന കർത്താവ് നമ്മളെ അവിടെ അവകാശമാക്കുവാൻ വേണ്ടി അതിനേക്കാൾ വലിയവരാക്കിയാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. ലോകാര് എത്രയും വലിയവരായിരിക്കാം, ഹല്ലേലൂയ, ആമേൻ, എത്രയും വലിയവരായിരിക്കാം ലോകക്കാര്, ആമേൻ, അതിനേക്കാളും വലിയവരാക്കിയാണ് ദൈവം വച്ചിരിക്കുന്നത്. അവരെ കണ്ട് നമ്മൾ ഭയപ്പെടരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ടായെന്ന് വന്നേക്കാം. അവിടുത്തെ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും, പിന്നെ പറയുന്ന ദീർഘകായകന്മാരും, ഒത്തിരി ശക്തിയുള്ളവന്മാരായിരുന്ന ദീർഘകായകന്മാരെന്താ അർത്ഥം? അവിടെ നമ്മേക്കാൾ വലിയ ഉന്നതന്മാരെന്ന്. അതുകൊണ്ട് അവരെ ആ ദേശത്തിൽ നമുക്ക് അവകാശം എടുക്കാൻ പറ്റത്തില്ല. നമ്മളെക്കാളും വലിയവരോടത്ത് എങ്ങനെയെന്ന് പോരാടി ജയിക്കാൻ പറ്റും? ഹല്ലേലൂയ. നമ്മളെക്കാൾ ദീർഘകായകന്മാർ, നമ്മളെക്കാളും, ആമേൻ, ആമേൻ, നമുക്കവിടെ കടന്നു പോകാൻ പറ്റാത്ത വിധം വലിയ പട്ടണമാണ്. ആ വലിയ പട്ടണമൊക്കെ നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹല്ലേലൂയ. പിന്നെ പറയുന്നു, ആമേൻ, ആകാശത്തോളം എത്തുന്ന മതിലുണ്ട് അവിടെ, മതില്. ഹല്ലേലൂയ, ആമേൻ. ദൈവം എന്ന കർത്താവ് നീ, ഹല്ലേലൂയ, ലോകത്തെ കണ്ട് ഭയപ്പെടരുത്, ലോകക്കാരെ കണ്ട് ഭയപ്പെടരുത്. നിന്നെ ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാപിച്ചെടുക്കുമെന്ന് വിശ്വസ്തനാണ് നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ആമേൻ ഈ അധിപന്മാരുണ്ടല്ലോ, ആമേൻ, 50 പേർക്ക് 10 പേർക്ക് അധിപന്മാർ പറയുന്നത്, അധിപന്മാർ പറയുന്നത്, ആമേൻ, മടുപ്പിക്കുന്ന ആമേൻ സാക്ഷ്യമാണ് വന്ന് പറയുന്നത്. ആ ദേശത്തേക്ക് ദൈവം നമ്മളെ അവകാശമാക്കി എടുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ദൈവം നമുക്കത് അവകാശമാക്കി തരും എന്ന് വിശ്വസിക്കുന്നതിന് പകരം മടുപ്പിക്കുന്ന ആലോചനകളാണ് മടക്കിക്കൊണ്ടുവരുന്നത്. നമ്മൾ ഇത്രത്തോളം മുന്നേറാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടുത്ത വചനം വായിച്ച എവിടേക്കാകുന്നു നാം കയറി പോകുന്നത്? ആമേൻ, ആമേൻ. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, അധിപന്മാർ ചോദിക്കും, ഞങ്ങൾ എവിടേക്കാണ് കയറി പോകുന്നത്? എന്തിനാ കയറി പോകുന്നത്? ആ മല്ലന്മാരുടെ ഇടയിലേക്കാണോ? അവിടെയുള്ള ഉറപ്പുള്ള മതിലും പൊക്കമേറിയോ ഒത്തിരി, അത് പ്രാർത്ഥനയാണ് കാണിക്കുന്നത് കേട്ടോ. ഉറപ്പുള്ള മതിൽ, ഉറപ്പുള്ള പട്ടണം, ആമേൻ, ആമേൻ, വലിയവർ, ആമേൻ, ഒരു പ്രാർത്ഥന വീരന്മാരാണ് കേട്ടോ. അവിടെയുള്ള ഭയങ്കര പ്രാർത്ഥന വീരന്മാരാണ്. അതിൻ്റെ നടുവിലേക്കാണ് ഇസ്രായേൽ അയക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അവിടെ കടന്നു പോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവം പറയുന്നത് അതൊന്നും കണ്ട് നിന്നേക്കാളും വലിയ പ്രാർത്ഥന കൂട്ടായ്മകൾ അവിടെ ഉണ്ടായിരിക്കും. ഒത്തിരി രാവും പകലും പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും. എങ്കിലും നീ അവരെ ഭയപ്പെടരുത്. അവരുടെ ദേവന്മാരെ ചൊല്ലി അവരുടെ ദേവന്മാരുടെ നാമത്തിൽ നമ്മളിന്ന് ലോകത്തിൽ ഇറങ്ങിയാൽ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. രാവും പകലുമാണെന്ന് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന. ആമേൻ, അടിക്കടി, ആമേൻ, പ്രാർത്ഥന, ആമേൻ, ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥന നടക്കണത്. തിന്നും കുടിച്ചും ആമേൻ, പ്രാർത്ഥന കഴിയുമ്പോൾ തിന്നാൻ കൊടുക്കും. പിന്നെയും അവരുടെ ദേവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കും. ലോകപ്രകാരമുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ, വമ്പൻ പ്രാർത്ഥനകൾ, ഒത്തിരി, ആമേൻ, നന്മകളൊക്കെ, ആമേൻ, പിരിച്ചെടുത്തും അല്ലെങ്കിൽ നേർച്ച നിവർത്തിപ്പാൻ വേണ്ടി ഒത്തിരി സമൃദ്ധിയോടുള്ള, ആമേൻ, ആമേൻ, ആരാധനകൾ, വലിയ ആരാധനകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ നടുവിൽ ആ ആരാധന വിട്ട് നമ്മളുടെ എളിയ കൊച്ചു പ്രാർത്ഥനയും കൊണ്ട് അവിടെ പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആമേൻ അവർ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അധിപന്മാർ പറയുകയാണ്, ഹല്ലേലൂയ, അവിടെ ചെന്ന് അവർ ആകാശത്തോളം എത്തുന്ന മതിലുണ്ടെന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ, ആകാശത്തോളം എത്തുന്ന, ആമേൻ, പ്രാർത്ഥനമാകുന്ന മതിലുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ? ആമേൻ, അതിനെ ഇടിച്ചിട്ട് ദൈവം അങ്ങപ്പുറത്ത് കൊണ്ടുപോകും. ആമേൻ, നമുക്ക് ആ ദേശത്ത് അവകാശമാക്കി തരും. അവിടെ വമ്പന്മാരുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താണ്? അവർ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവരുടെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിൽ, ആമേൻ, ആമേൻ, മടുത്തു പോകുന്ന, മടുപ്പിക്കുന്ന നല്ല അനുഭവങ്ങളെ കൊണ്ടുവരുന്നതിന് പകരം മടുപ്പിക്കുന്ന അനുഭവങ്ങളെയാണ് കൊണ്ടുവന്നത്. കർത്താവ് പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, അത് പ്രാപിച്ചെടുക്കുന്നു, വിശ്വാസത്തോടെ പ്രാപിച്ചെടുക്കും എന്ന് പറയുവീൻ. ഹല്ലേലൂയ. അതിന് ആമേൻ, ആമേൻ, പിന്നത്തേതിൽ പലരെ അയച്ചിട്ട്, ആമേൻ, കാലേബും യോശുവയും മാത്രം കടന്നുപോയിട്ട്, ആമേൻ, അവിടുത്തെ അനുഭവങ്ങളൊക്കെ പറിച്ചു പറക്കി കൊണ്ടുവന്നിട്ട് നല്ല മുന്തിരിക്കൊലകളൊക്കെ ഇങ്ങനെ തോളത്ത് വച്ച് കെട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട്
പറയണ്, ആ ദേശത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അത് നമ്മൾ പ്രാപിച്ചെടുക്കും. നമുക്കത് ദൈവത്തിൻ്റെ അവകാശമാണ്. നമ്മളതിൽ കടന്നു പോകും. എത്ര പേർക്ക് നമ്മൾ നമുക്ക് മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളിൽ കർത്താവ് തുറന്നു കിടന്ന് തരുമ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലത്തെ ഓർത്ത്, അത് ഗ്രഹിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവ നന്മ തന്നെ നമ്മൾ പ്രാപിക്കും. ആമേൻ. നമ്മുടെ മുമ്പിൽ എത്ര വലിയ മതിൽ നിന്നാലും, എത്ര വലിയ പെരുപ്പമുള്ളവൻ നിന്നാലും നമ്മൾക്ക് വിഷയമല്ല. നമ്മൾക്ക് ദൈവം അവകാശമാക്കി തരുമെന്ന് പറഞ്ഞ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നമ്മൾ പ്രാപിച്ചെടുക്കും. ഹല്ലേലൂയ. നന്മകൾ പ്രാപിച്ചെടുക്കും, വിടുതലുകൾ പ്രാപിച്ചെടുക്കും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. നമ്മെ തകർക്കുവാൻ ആർക്ക് കഴിയത്തില്ല. എത്ര വലിയ ശൂരനുണ്ടെങ്കിലും വീരപരാക്രമികളുണ്ടെങ്കിലും നമ്മളെ എതിർത്ത് തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ നിരന്തരം വഴി നടത്തുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ്. ആമേൻ. അല്ലെ, നല്ല സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. നല്ല സാക്ഷ്യം. യോബും ആമേൻ അവിടെ കാലേബ് യോശുവയും മടുത്തു പോകാതെ, ആ ദേശത്തെ കണ്ട് മടുത്തു പോകാതെ, അവിടുത്തെ വമ്പന്മാരെ കണ്ട്, വലിയ മതിലുകളെ കണ്ട്, അവിടുത്തെ സമൃദ്ധി കണ്ട് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. നമ്മൾ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥന, വചനം എന്താ പ്രവർത്തനം? വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു. അവിശ്വാസിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അവിശ്വാസികൾ അറക്കപ്പെട്ടവർ ഭാരാദികൾ അല്ലാതെ ഓഹരി തീ. ആമേൻ. ആമേൻ. നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ആമേൻ. ആമേൻ. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിക്കും. എപ്പോഴും പ്രാർത്ഥിപ്പിക്കും. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ആമേൻ. കാലേബ് യോശുവയും ദൈവത്തോടു കൂടെ പറ്റിച്ചേർന്ന് നടന്നവരെന്നാണ് ദൈവജനം പറയുന്നത്. പറ്റിച്ചേർന്ന് നടന്നു. അവരെപ്പോഴും പ്രാർത്ഥന. ആമേൻ. തങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിയിൽ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, ഭാരമുണ്ട്. ആമേൻ. ഒത്തിരി കാര്യങ്ങളില്ലായ്മയുടെ നടുവിലാണ്. എങ്കിലും ഉറച്ചു നിൽപ്പേ. ഒരിക്കലും ഇങ്ങനെ ദൈവനവർ എന്ന് കണ്ട ബെസ്രേം വരെ ഇനി ഒരു നാൾ കാണത്തില്ല. ഇന്ന് വന്ന കർത്താവിനെ കാണത്തില്ല. ബാധ നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, കാലുകളുടെ ഇടറുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനാണോ വിശ്വാസത്തിൽ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ വിശ്വാസത്തിൽ ശക്തിയുള്ളവരായി ഞാനത് പ്രാപിച്ചെടുക്കും. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല, എന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഓർത്ത്, ആമേൻ, അത് അറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പിന്നെയും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 17:15 ദാവീദിൻ്റെ അപ്പനെ, ദാവീദിനെ കുറിച്ച് നമ്മൾക്ക് വായിക്കാൻ 1 വചനം വേഗത്തിൽ വായിച്ച് അതിനെ ആമേൻ വില കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15 ഇപ്രകാരം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന എപ്പോഴും, ഹല്ലേലൂയ, നമ്മൾ വായിച്ചത് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. ആമേൻ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയുണ്ടോ? നമ്മൾക്ക് ഒത്തിരി പറയുകയാണല്ലേ. എന്നെ ചേർത്തുള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ എപ്പോഴും എത്രത്തോളം നമ്മൾ കൂടി വരുന്നുണ്ട്, അതിനൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും കൂടി വരാൻ കഴിയും. നമ്മൾക്ക് കൂടി വരാനൊക്കെ കഴിയും, എപ്പോഴും കൂടി വരുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ചില സാഹചര്യങ്ങളിലേക്ക് നിമിത്തമാണ് നമുക്ക് എപ്പോഴും കൂടി വരാൻ കഴിയും. നമുക്ക് എല്ലാവരുടെയും കാര്യത്തിൽ എങ്ങനെയാണ്? എപ്പോഴും നമ്മൾ ദൈവാലയത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ദൈവങ്ങളെ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീട്ടിലായാലും എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പ്രൈസ് പറ്റില്ല. പക്ഷെ എന്നാലും എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും എന്ന് പറയണം. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അത് നമ്മൾ പ്രാപിച്ചെടുക്കുവോളം പ്രാർത്ഥിക്കുവാൻ സാധിക്കും. യേശുവിൻ നാമത്തിൽ. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 17 അവിടെ ദാവീദ് 15 മുതൽ വായിക്കുമ്പോൾ 17 ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ബെത്ലഹേമിൽ പോകുക പതിവായിരുന്നു. എപ്പോഴും പതിവായിരുന്നു. ആ വാക്കിനെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. പതിവായിരുന്നു, എപ്പോഴും, പതിവ്. അത് ആമേൻ എപ്പോഴും നടക്കുകയാണ്. ആമേൻ. അല്ലെങ്കിൽ ദാവീദ് ആമേൻ തൻ്റെ ജീവിതത്തിൽ ആമേൻ തൻ്റെ അപ്പൻ്റെ ആടുകളെ നോക്കുവാൻ വേണ്ടി എപ്പോഴും ബേത്ലഹേമിൽ പോകുക പതിവായിരുന്നു. ഇടവിടാതെ തൻ്റെ അപ്പൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ദാവീദ് എപ്പോഴും ഇടവിടാതെ പോകുകയായിരുന്നു. മടുത്തു പോകാതെ പോകുകയായിരുന്നു. കഷ്ടത്തിലും നഷ്ടത്തിലും ഭാരത്തിലും വേദനയിലും ഇല്ലായ്മയിലും ദുരിത ദുഃഖങ്ങളിലും കണ്ണുനീരിന്റെ താഴ്വരയിലും ആമേൻ ഞെരുക്കത്തിന്റെ വെല്ലുവിളികളുടെ നടുവിലും
തന്റെ അപ്പന്റെ ആടുകൾക്കു വേണ്ടി ആമേൻ കാര്യാദികളെ നോക്കുവാൻ വേണ്ടി ബേത്ലഹേമിൽ പോകുകയായിരുന്നു. ആമേൻ. അവിടെ ഒരു ജഡ ആട്ടിനെയല്ല ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ആത്മതലത്തിലെ ആടിനെയാണ്. നമ്മളൊക്കെ ആടിൻ്റെ കൂട്ടമാണ്, ദൈവത്തിൻ്റെ ആട്ടിൻ കൂട്ടമാണ്. ബേത്ലഹേം എന്ന് പറയുന്ന യേശു അവിടെയാണ് ജനിച്ചത്, യെരുശലേം എന്ന ബേത്ലഹേം. ആമേൻ. നമ്മളിന്ന് പകൽക്കാലത്തിൽ ഇവിടെ കൂടി വന്ന ബേത്ലഹേം എന്ന യെരുശലേമിൽ കൂടി വരുവാനിടയിൽ തീർന്നു. നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത് അവിടെയാണ്. നമ്മുടെ പ്രാർത്ഥന യെരുശലേമിൽ ആണ് പ്രാർത്ഥന ഹൃദയമാകുന്ന യെരുശലേം. ആമേൻ. എവിടെയാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദാവീദ് എപ്പോഴും ഹല്ലേലൂയ ആമേൻ തൻ്റെ അപ്പൻ്റെ ആടുകളെ ആമേൻ ഹല്ലേലൂയ നോക്കുവാൻ വേണ്ടി പോകും. അതേ സ്ഥാനത്ത് അതിൻ്റെ അടുത്ത വചനത്തൊന്ന് വായിച്ചാട്ടെ. അവിടെ ഹല്ലേലൂയ വചനം വച്ച് കളഞ്ഞോ? അതിൻ്റെ 17 16 അത് 15 വായിച്ചു. അതിൻ്റെ 16 അതേ സ്ഥാനത്ത് ഫെലിസ്ത്യ മല്ലനാകുന്ന ഗോലിയാത്ത്, ഫെലിസ്ത്യ മല്ലൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. ആമേൻ. സ്തോത്രം. അവിടെ മുടങ്ങാതെ, രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ ഫെലിസ്ത്യ മല്ലനെ കുറിച്ച് പറയുകയാണ്. ഫെലിസ്ത്യ മല്ലൻ ആരാകുന്നു? ഇസ്രായേലിനെതിരായി വെല്ലുവിളിച്ച ആമേൻ ഗോലിയാകത്താകുന്ന ഫെലിസ്ത്യ മല്ലൻ. ആമേൻ. ഇസ്രായേൽ മക്കൾ എന്ന് പറയുമ്പോൾ ആരാണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തിനോട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവൻ, മുട്ടിന്മേൽ പ്രാർത്ഥിക്കുന്നവൻ, അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവനാണെന്ന് ഇസ്രായേൽ. ആ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് വിരോധമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫെലിസ്ത്യ മല്ലൻ വന്ന് നിൽക്കുകയാണ്. ലോകത്തിൻ്റെ പ്രഭുവാകുന്ന, ലോകത്തിൽ ആശ്രയിക്കുന്ന, ലോകത്തിൻ്റെ ആമേൻ ദേവന്മാരിൽ ആശ്രയിക്കുന്ന ഒരു മല്ലൻ, ഗോലിയാകത്താകുന്ന മല്ലൻ. ആ മല്ലൻ ഹല്ലേലൂയ എപ്പോഴും ആമേൻ ഹല്ലേലൂയ ആമേൻ എപ്പോഴും എന്നല്ല ആമേൻ അതേ സ്ഥാനത്ത് ഒന്നിനു പുറകെ 40 ദിവസമായി മുടങ്ങാതെ രാവിലെയും വൈകുന്നേരത്തും മുൻപോട്ട് വന്ന് ആമേൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ദിവസി? അത് വായിച്ചാലും ആമേൻ ആമേൻ. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു. ആമേൻ. അതിന്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ വിവരിക്കാൻ വേണ്ടിയാകുന്നു ഞാൻ വിവരിക്കുന്നത്. രണ്ടിനെയും തമ്മിലുള്ള വ്യത്യാസം. ദാവീദ് ആമേൻ ഹല്ലേലൂയ ദാവീദ് എന്താ ചെയ്തത്? ആമേൻ മേയ്പ്പാൻ പതിവായി എപ്പോഴും യെരുശലേമിൽ പോകുക പതിവായിരുന്നു. അവിടെ ഒരു പതിവ് പുള്ളിയെയും പതിവായിട്ട് സ്ഥിരം. അപ്പൊ എല്ലാ ദിവസവും വരെ അങ്ങ് ഇവിടെ പോകും. എവിടെ? ബേത്ലഹേമിൽ പോകും, പ്രാർത്ഥനയ്ക്ക് പോകും. ദാവീദ് എപ്പോഴും ദൈവത്തോടു കൂടെ നടന്നവനാണ്, ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നവനായിരുന്നു. അതേ സ്ഥാനത്ത് ഈ ആമേൻ ഇസ്രായേലിന് വിരോധമായി കയറി വന്ന് വെല്ലുവിളിക്കുന്നവൻ ആമേൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ദേവന്മാരെ ചൊല്ലി പ്രാർത്ഥനയുണ്ട് കേട്ടോ. നമ്മൾക്ക് വിരോധമായി നിൽക്കുന്നവൻ്റെ ജീവിതത്തിലും പ്രാർത്ഥനയുണ്ട്. ആമേൻ. അവൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാകുന്നു ഞാൻ ഈ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവരേണ്ടത്. അവൻ്റെ ജീവിതത്തിൽ ആമേൻ ഗോലിയാത്തിൻ്റെ ഒരു ഒന്നിന് പുറകെ 40 ദിവസം മുടങ്ങാതെ രാവും പകലും ആമേൻ മുൻപോട്ട് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ ദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ ഒത്തിരി പ്രാർത്ഥനകളുടെ നടുവിലാണ്. നമ്മൾ ദേശത്തിൽ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. 50 ദിവസത്തെ പ്രാർത്ഥന, 60 ദിവസത്തെ പ്രാർത്ഥന, 100 ദിവസത്തെ പ്രാർത്ഥനകൾ ഒത്തിരി നമ്മൾ കേൾക്കാറില്ലേ? ആമേൻ. അവിടെ 100 ദിവസത്തെ പ്രാർത്ഥന, നിങ്ങളുടെ പള്ളിയിൽ എത്ര ദിവസത്തെ പ്രാർത്ഥന ഉണ്ടത്? ആമേൻ ദൈവക്കളെ എന്ന് പലരും ചോദിക്കും, നമുക്ക് ഉത്തരമില്ലേ പറയാൻ. ആമേൻ 100 ദിവസം, 150 ദിവസത്തെ പ്രാർത്ഥന, 40 ദിവസത്തെ പ്രാർത്ഥന, 21 ദിവസത്തെ പ്രാർത്ഥന. ആമേൻ. ഇവിടെ ഗോലിയാത്ത് 40 ദിവസം ഒന്നിന് പുറകെ 40 ദിവസത്തെ അവൻ്റെ ദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് സ്ഥിരമുള്ളതല്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ 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 ഇസ്രായേലിനെ തകർക്കണം, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ തകർക്കുവാൻ വേണ്ടിയാകുന്നു എതിര് പ്രാർത്ഥനയുമായിട്ട് ആമേൻ ഇവിടെ ആമേൻ എതിര് പ്രാർത്ഥനയുമായിട്ട് ശൗല് കയറി വന്നിരിക്കുന്നത്. ആമേൻ ആമേൻ ഗോലിയാത്ത് കയറി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എതിര് പ്രാർത്ഥന ആമേൻ പ്രാർത്ഥിക്കുന്ന ദാവീദിന് വിരോധമായി എതിര് പ്രാർത്ഥന അവൻ്റെ ദേവന്റെ നാമത്തെ വിളിച്ച്. ഹല്ലേലൂയ. ഞാനത് പറയുന്നതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ നമുക്ക് നേരെ ഒരു വലിയ ശക്തി ഹല്ലേലൂയ ഉയർന്നു നിന്നേക്കാം. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മടുത്തു പോകാതെയാണോ നമ്മുടെ പ്രാർത്ഥന? വിശ്വാസത്തോട് കൂടെയാണോ ആമേൻ എപ്പോഴും നമ്മുടെ പ്രാർത്ഥന? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്കിൽ ആമേൻ ആമേൻ നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നൊരു കർത്താവാണ്. ആമേൻ. അനന്തരം എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ആമേൻ ദാവീദ് ഹല്ലേലൂയ ആമേൻ 1 ശമൂവേലിന്റെ പുസ്തകം 17:31 വായിച്ചാലും
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ വാക്കുകൾ ആ പരസ്യമായപ്പോൾ ആ ശൗലിനും അറിവ് കിട്ടി. മതി, സ്തോത്രം. തുറന്ന് വായിക്കണം. അവിടെ പറയപ്പെടുന്നത് ആമേൻ പതിവായിട്ട് ആമേൻ യെരൂശലേമില് ആമേൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ദാവീദ് പറയുന്ന വാക്കുകളെയാകുന്നു. ആമേൻ പതിവായിട്ട് മടുത്തു പോകാതെ തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും ഏതൊക്കെ അനുഭവങ്ങൾ കഷ്ടനഷ്ടങ്ങൾ വന്നാലും ഭാരങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും മടുത്തു പോകാതെ എപ്പോഴും പതിവായിട്ട് പോകുന്ന ദാവീദ് ആമേൻ ആമേൻ ഇസ്രായേലിന് വിരോധമായി ഹല്ലേലൂയ ആമേൻ കയറി വന്ന 40 ദിവസത്തെ ആമേൻ പ്രാർത്ഥന ആമേൻ ക്രമീകരിച്ച് 40 ദിവസത്തെ പ്രാർത്ഥന ആമേൻ ക്രമീകരിച്ച് ആമേൻ കടന്നു വന്ന ഫെലിസ്തീനോട് പറയുന്നത്, ഫെലിസ്തീനെ നോക്കിയിട്ട് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ഇപ്പൊ വായിച്ചാലും ഒന്ന് ശമൂവേൽ അവനെ വിളിച്ചു വരുത്തി ദാവീദ് ശൗലിനോട് ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്. ആമേൻ ആമേൻ അടിക്കടി എല്ലായ്പ്പോഴും ആമേൻ സ്ഥിരമായി പതിവായി യെരൂശലേമിലേക്ക് ആമേൻ ഏത് സ്ഥലം എന്താ പറഞ്ഞത്? ബത്ലഹേമിലേക്ക് പോകുന്ന പ്രാർത്ഥനയ്ക്ക് പോകുന്ന ദാവീദ് പറയുന്നത് ആമേൻ 40 ദിവസം കൊണ്ട് 40 ദിവസം കാര്യസാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയകൊണ്ട് അവൻ്റെ ദേവന്റെ ചൊല്ലി പ്രാർത്ഥന നടത്തിക്കൊള്ളട്ടെ. അവനെ ചൊല്ലി ഈ മല്ലനെ ചൊല്ലി ഇസ്രായേൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ഗോലിയാത്തിനെ ചൊല്ലി നിങ്ങളാരും അധൈര്യപ്പെടേണ്ട. പതിവായി പ്രാർത്ഥനയ്ക്ക് പോകുന്ന, സ്ഥിരമായി മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിച്ചു വരുന്നവനാണ് ദാവീദ്. ആ ദാവീദ് പറയുകയാണ് പ്രത്യേകാൽ ശത്രുവിനെ തകർക്കുവാൻ വേണ്ടി 40 ദിവസത്തെ പ്രാർത്ഥന ക്രമീകരിച്ചിരുന്ന ഗോലിയാത്തിന് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. അവനെ ഞാൻ ആമേൻ എൻ്റെ ദൈവം ആമേൻ ആമേൻ ഹല്ലേലൂയ എൻ്റെ ദൈവത്താൽ ഞാൻ അവരെ കടക്കും, ചാടി കടക്കും. അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനെ അംഗം പൊരുതും. ഹല്ലേലൂയ. അവൻ എത്ര തന്നെ ഉയർന്നു നിന്നാലും, എത്ര ബലവാനായിട്ട് ഉയർന്നു നിന്നാലും, എത്ര ആൾ ബലത്തോടെ അശ്വബലത്തോടെ ആയുധ ബലത്തോടെ നിന്നാലും, കുതിരശക്തി ആമേൻ മിസൈലുകളോ ആമേൻ ആമേൻ ഏത് തന്നെ ആയുധങ്ങൾ വെച്ചോട് നിന്നാലും, വലിയ പരിചയമില്ല വലിയ ആയുധങ്ങൾ ആമേൻ ഏന്തി നിന്നാലും ആമേൻ ദാവീദേ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ആമേൻ ദൈവമക്കളെ നീ പ്രാർത്ഥിക്കുന്നവൾ, നിനക്ക് മുമ്പിൽ ആമേൻ എഴുന്നേറ്റ് നിൽക്കുന്ന മല്ലൻ ആമേൻ തോറ്റുപോകും. ആമേൻ നീ സ്ഥിരമായി ആമേൻ ദൈവാലയത്തിലേക്ക് കടന്നു പോകുന്നവനാണോ? ദൈവത്തെ ആമേൻ സ്ഥിരമായി അനുഗമിക്കുന്നവനാണോ? മടുത്തു പോകാതെ വിശ്വാസത്തോടു കൂടെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ വിശ്വാസത്തോടു കൂടെ ആമേൻ പ്രാർത്ഥിക്കുന്നവനാണോ? ഇതിൻ്റെ കാര്യങ്ങളെ സാധിപ്പിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ആയതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ 17:43 വായിച്ചാലും ഒന്ന് ശമൂവേൽ അതേ പുസ്തകത്തിൽ തന്നെ 17:43 ദാവീദിനോട് അടുത്തു, പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട് നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. ആമേൻ. നോക്കിക്കേ, ഇവിടെ ഒരു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആമേൻ ദിനം പ്രതി ഇടപെടാതെ മുട്ടിന്മേൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, ആമേൻ സഹോദരന്മാരിൽ ലോകത്തിലുള്ള ഒരു ക്രമീകരണങ്ങളും ആശ്രയിക്കാതെ ദാവീദ് ആമേൻ എല്ലാവരുടെ ആയാലും നിന്ദിക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒതുക്കപ്പെട്ടവനാകുന്ന യാതൊരു യോഗ്യതയുമില്ലാത്ത ദാവീദ് കയറി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഫെലിസ്തീൻ്റെ വെല്ലുവിളിയുടെ നടുവിൽ ആമേൻ കയറി വേണം ഇസ്രായേല്. ഫെലിസ്തീൻ എങ്ങനെയാണ് ഫെലിസ്തീൻ കയറി വരുമ്പോൾ ആമേൻ ഫെലിസ്തീൻ ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് കയറി വരുമോ? അവർ മുടുകിയിട്ട് പടക്കി കയറി വരുമ്പോൾ ഇസ്രായേല് ഫെലിസ്തീനെ കണ്ടിട്ട്, ഫെലിസ്തീൻ പട്ടാളത്തെ കണ്ടിട്ട് ഇസ്രായേൽ സൈന്യം പുറകോട്ടോടുമായിരുന്നു. ഒന്നിനു പിറകെ 40 ദിവസമായി ആമേൻ ആ ഫെലിസ്തീൻ മല്ലൻ മുൻപോട്ട് വന്ന് ഇസ്രായേൽ പാളയത്തോട് വെല്ലുവിളിക്കുകയാണ്. ആരെങ്കിലും ഇസ്രായേൽ പാളയത്തില് ആരെങ്കിലും ചങ്കൂറ്റമുള്ളവൻ ആമേൻ ആരെങ്കിലും ഉണ്ടോ എന്നോട് എതിർക്കുവാൻ? ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ എന്നോട് എതിർക്കുവാൻ?
അങ്ങനെ ആമേൻ എന്നെ ആരെങ്കിലും ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഒരുവൻ വന്ന് എന്നെ തോൽപ്പിച്ചാൽ ആമേൻ ഞങ്ങൾ നിങ്ങൾക്കടിമയായിരിക്കും, ഫെലിസ്ത്യർ നിങ്ങൾക്കടിമയായിരിക്കും. നേരെ മറിച്ച് ആമേൻ ഞാൻ വന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവനോട് നിങ്ങൾ തോറ്റാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവനെ തോൽപ്പിച്ചാൽ ഇസ്രായേൽ ആമേൻ അല്ലെങ്കിൽ ഫെലിസ്ത്യർക്ക് അടിമയായിരിക്കണമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളികളുടെ നടുവിലാണ് ദാവീദ് ആമേൻ അയോഗ്യൻ, ആമേൻ തള്ളപ്പെട്ടവൻ, ആരാലും അംഗീകരിക്കാത്തവൻ, സഹോദര സംഘത്തിന് ഇഷ്ടനല്ല, സഹോദര സംഘത്താൽ തള്ളപ്പെട്ടവനാണ്, അവനെ അംഗീകരിക്കാൻ യോഗ്യനല്ല. അവനാകുന്നു പാളയത്തിലേക്ക് കയറി വന്നപ്പോൾ സഹോദര സംഘം ചോദിക്കുന്നത്, സഹോദരന്മാർ ചോദിക്കുന്നത്, നിനക്കിവിടെ എന്താ കാര്യം, നിനക്കിവിടെ എന്താ കാര്യം, നീ എന്തിനാ ഇവിടെ വന്നത്, നിനക്ക് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പോർക്കളത്തിൽ നിൽക്കുവാൻ എന്ത് യോഗ്യത, ആരാ നിന്നെ വിളിച്ചത്, നിനക്ക് അപ്പന്റെ കുറെ ആടുകളുണ്ടല്ലോ മരുഭൂമിയിൽ നീ ഇട്ടേച്ച് എന്തിനാ വന്നത്, നിനക്ക് വേറെ സമയമില്ലേ, ഇവിടെ യുദ്ധം നടന്ന നമ്മളൊക്കെ ഉണ്ട്, വീരപരാക്രമർ, ശൂരന്മാര്, വില്ലാളികള്, ശൗല് തെരഞ്ഞെടുത്തവരുണ്ട്, യോഗ്യന്മാരുണ്ട്, നിനക്കെന്താ കാര്യം? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഞാനൊരു വാക്ക് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വർത്തമാനം ശൗൽ രാജാവ് അറിഞ്ഞപ്പോഴാകുന്നു. ആമേൻ, ഇസ്രായേൽ മുഴുവനും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ആമേൻ, ആ ഫെലിസ്ത്യൻ കാഴ്ചയാലുള്ള ആ ഫെലിസ്ത്യ മല്ലൻ ഇസ്രായേലിന് വിരോധമായി കയറി വരുമ്പോൾ ആമേൻ ഇസ്രായേലിലെ ആമേൻ യോദ്ധാക്കളൊക്കെ പിറകോട്ടോടുകയാണ്. ഒന്നിന് പുറകെ 40 ദിവസം കൊണ്ട് പുറകോട്ടോടുകയാണ്. ഒരുത്തനും അവനെ ചെന്ന് പങ്കം പോരി ജയിക്കുവാൻ ആരുമില്ല. അതിന്റെ സാരാംശം എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവനില്ല, ദൈവമായിട്ട് ബന്ധമുള്ളവനില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവൻ ആമേൻ വിളിക്കപ്പെട്ടു എങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവനില്ല. അതേപോലെ പലരും തെരഞ്ഞെടുക്കും, ആമേൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്, പക്ഷെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ല, ആത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, ദൈവത്തോടു കൂടെ നടക്കുന്നില്ല. അവരൊക്കെ ശൗലിന്റെ സേന അംഗങ്ങളെന്ന് പറയുന്ന കാഴ്ചയിൽ നടക്കുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. വേണ്ടി വന്ന ആയുധബലമുണ്ട്, അശ്വബലമുണ്ട്. അവന്മാർ വന്നാൽ നമ്മൾ വെട്ടും. അമ്മ എല്ലാ ബോംബുകളും ഉണ്ട്, ബോംബുകൾ, ആയുധബലം എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അമ്മേൻ, ഹല്ലേലൂയ. എന്തിനു പുറകെ നമ്മളെ നയിക്കാൻ ശൗലും ഉണ്ട്, രാജാവും ഉണ്ട്. ആമേൻ. ഇവിടെ ആമേൻ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇതൊന്നുമില്ല കേട്ടോ. ആമേൻ, ആയുധമില്ല, അശ്വബലവുമില്ല, ആമേൻ യാതൊരു ബലവുമില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ദാവീദ് അവിടെ ആമേൻ കയറി വരുമ്പോഴാകുന്നു ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഗോലിയാത്തിനോട് ആമേൻ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ മക്കൾ, ഇസ്രായേലിനെ നിന്ദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആമേൻ, ഇസ്രായേലിനെ ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ദുഷിക്കുകയാണ്, അപമാനിക്കുക. ഇവനെന്താ കഴിയും? എന്നോട് മല്ല് പിടിക്കാൻ കഴിവുള്ള ഒരു യോദ്ധാവിനെ നിങ്ങൾ വിട്ടുതരിക. ശൗല് ആമേൻ, ഹല്ലേലൂയ, ഗോലിയാത്ത് വെല്ലുവിളിക്കാൻ ഒന്നിനു പുറകെ 40 ദിവസമായി. ഇസ്രായേലിൽ ആരുമില്ല. അങ്ങോട്ട് ചെന്ന് ഇസ്രായേൽ പേടിച്ച് ആവശ്യനായിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ്. ഈ മല്ലനെ ആര് തകർക്കും? അവൻ്റെ ആയുധബലം നോക്കിക്കേ, വലിയൊരു ആമേൻ പടക് പോലുള്ള വലിയൊരു ആമേൻ ഒരു വലിയൊരു പരിച, അവൻ്റെ കുന്തം വലിയൊരു കുന്തം. അങ്ങനെ വലിയ ആയുധബലത്തോടു കൂടെ നിൽക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുന്ന ദാവീദ് അവിടെ കടന്നു വന്നിട്ട് പറയുകയാണ്, ആമേൻ ശൗലിനോട് പറയുകയാണ്, ഞാൻ ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, നിങ്ങളാരും അധൈര്യപ്പെടേണ്ട. ഈ ആമേൻ, ഹല്ലേലൂയ, ആമേൻ ഈ അഗ്രചമയ മാനസാന്തരപ്പെടാത്ത ആമേൻ, ഹല്ലേലൂയ, ഈ ഫെലിസ്ത്യ മല്ലനെ ഓർത്തിട്ട് നിങ്ങളാരും അധൈര്യപ്പെടേണ്ട, ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട, മടുത്തു പോകണ്ട, വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ആമേൻ, ദൈവം നമ്മുടെ കർത്താവ്, ആമേൻ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്നവൻ ഇന്ന് പകൽക്കാലത്തിൽ ഈ ദുഷ്ടനെ, ഈ ഗോലിയാത്തിനെ നമ്മുടെ കൈ ഏൽപ്പിക്കും. ദാവീദ് ഇതിൻ്റെ വർത്തമാനം ആമേൻ അവിടെ പ്രസിദ്ധമായപ്പോൾ, ഹല്ലേലൂയ, ആമേൻ പ്രസിദ്ധമായപ്പോൾ രാജാവിന് അറിവ് കിട്ടി. ശൗൽ രാജാവിന് അറിവ് കിട്ടി. ശൗൽ രാജാവ് അവനെ ആളെ വിളിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വിശ്വാസത്തോടു കൂടെയാണോ വിളിപ്പിച്ചു? ദാവീദിനോട് പറഞ്ഞു, ആമേൻ ശൗൽ പറഞ്ഞു, നീ ആമേൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദ് പറഞ്ഞു, ആമേൻ ഇവരെ ധൈര്യപ്പെടണ്ടെന്ന് പറഞ്ഞതിന് ശൗല് പറഞ്ഞു, നീ ഒരു കൊച്ചു ബാലനല്ലേ, നിനക്കെന്താ കഴിയും? ഒന്നിന് കഴിയത്തില്ല, നീ ഒരു കൊച്ചു ബാലൻ, ഇന്നലെ കയറി വന്നത്, ഇന്നലത്തെ മഴയത്ത് കിളിർത്തവനാണ് നീ,
ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി പരിചയമുള്ളവരാണ്. ശൗല് പറയുകയാണ്, ഒത്തിരി പരിചയം, ഒത്തിരി പാരമ്പര്യവും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി സംവത്സരങ്ങൾ, ഒത്തിരി വർഷങ്ങൾ ആമേൻ ഈ ശുശ്രൂഷയിൽ സേവ ചെയ്ത് പറയാനുണ്ട്. നിനക്കെന്താ കഴിയും? ആമേൻ. അതിന് ഒരു സാക്ഷി ദാവീദ് അങ്ങ് പറയാനിടയെത്തി. ദാവീദ് എന്താ പറഞ്ഞത്? ദാവീദ് പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളുമായി ആമേൻ നടക്കുമ്പോൾ, കാട്ടിലൂടെ നടക്കുമ്പോൾ ആമേൻ ഒരിക്കൽ എൻ്റെ അപ്പൻ്റെ ആടുകൾക്ക് വിരോധമായി കയറി വന്ന ഒരിക്കൽ സിംഹം കയറി വന്നു. ആ സിംഹത്തെ ഞാൻ പ്രാർത്ഥിച്ചു വരുന്ന യേശുവിൻ്റെ നാമത്തിൽ കീറിക്കളഞ്ഞു. പിന്നെയും ആമേൻ ഒരിക്കൽ ആമേൻ എൻ്റെ അപ്പൻ്റെ ആടുകൾക്ക് ഒരു കരടി കയറി വന്നു. ആ കരടിയെയും എൻ്റെ യേശു ഞാൻ സേവിച്ചു വരുന്ന, ഇടവിടാതെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു വരുന്ന എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അതിന് ഞാൻ കീറിക്കളഞ്ഞു. എത്ര പേര് പറയാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ വിരോധമായി കയറി വരുന്ന ആമേൻ അനർത്ഥങ്ങളെ ആമേൻ തോൽപ്പിക്കാൻ ഞാൻ ജയമെടുക്കുമെന്ന്, എനിക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന രോഗത്തെ, ഭാരത്തെ, ദുഃഖ ദുരിതങ്ങളെ ഞാൻ ജയിക്കുമെന്ന് വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയുവാൻ കഴിയും മക്കളെ? ആമേൻ. മടുത്തു പോകാതെ, കർത്താവ് പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിപ്പീൻ, നീ തളർന്നു പോകത്തില്ല. ആമേൻ. ഭക്തനോട് കൂടെ ചേർന്ന് എത്ര പേര് പറയുവാൻ കഴിയും? ഞാൻ മടുത്തു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. ദൈവം ഒരിക്കൽ നന്മകൾ ഞാൻ പ്രാപിച്ചെടുക്കും, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. അല്പനേരത്തേക്ക് നീ കഷ്ടം നിൻ്റെ മേലുണ്ടായിരിക്കാം. ആമേൻ. അത് ദൈവനാമ മഹത്വത്തിനായിട്ടുള്ളത് അത്രേ. ആയതുകൊണ്ട് നീ കർത്താവിനോട് ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു വചനം കൂടി പറഞ്ഞ് വേഗത്തിൽ വിരാമം കൊടുക്കുകയാണ്. നമ്മുടെ ആമേൻ ആലയത്തിൽ കർത്താസൻ ബാബു പാസ്റ്റർ കടന്നു വന്നിരിക്കുകയാണല്ലോ. ആമേൻ. തുടർന്ന് ആമേൻ വേഗത്തിൽ അങ്ങ് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് അത് ആമേൻ. ആമേൻ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ എന്താ വായിച്ചത്? ആമേൻ 18-ാം സങ്കീർത്തനത്തിൻ്റെ 29-ാമത്തെ വചനം വായിച്ചാലും ദേവാസിയെ 18-ന്റെ 29-ാമത്തെ വചനം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. അവിടെ ദാവീദ് ഭക്തൻ പറയുകയാ, ഇത് മനുഷ്യരിലല്ല അവൻ ആശ്രയിക്കുന്നത്, അവൻ പ്രമുഖന്മാരിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആമേൻ ഹല്ലേലൂയ ദൈവമായിട്ട് നടക്കുന്ന, ദൈവത്തോട് അനുദിനം പ്രാർത്ഥിക്കുന്ന, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ദാവീദ് പറയുന്ന കാര്യമാണ്. ആമേൻ. ഞാൻ നിന്നാൽ, എൻ്റെ ദൈവത്താൽ, എൻ്റെ കർത്താവിനാൽ ഞാൻ പടക്കൂട്ടത്തിന്മേൽ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ആമേൻ. എന്നെ മറ്റാരും എന്നെ വിടിയിക്കത്തില്ല. രോഗത്തിനോ ഭാരത്തിനോ ക്ഷീണത്തിനോ എന്നെ തളർത്താൻ കഴിയത്തില്ല. ലോകത്തിലുള്ള ആർക്കും എന്നെ വിടിയിക്കാൻ കഴിയത്തില്ല, എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ആമേൻ ദാവീദ് ആശ്രയിക്കാതിരുന്നത്. ആമേൻ. ആ ദാവീദ് വളരെ വിശ്വാസത്തോടെ ഉറപ്പോടെ പറയുകയാണ്, ആമേൻ ഞാൻ ആമേൻ എൻ്റെ ദൈവത്താൽ, ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ എന്താ? നിന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്മേൽ എൻ്റെ മുൻപിൽ ആമേൻ ഹല്ലേലൂയ ഒരു വലിയ സൈന്യം തന്നെ നിൽക്കട്ടെ. എന്നെ എതിർക്കുന്നവർ, ഒരിക്കലും ഇങ്ങനെ ആമേൻ ദാവീദ് ഭക്തൻ പറഞ്ഞിടേത്, എന്നെ എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് പറയുന്നു. ആമേൻ. ഇതൊക്കെ നമുക്ക് ചിരിക്കല്ലാതെ എന്താ പറയാൻ കഴിയുന്നു? നമുക്ക് രക്ഷയില്ല. പറയുന്നവർക്ക് രക്ഷ ഉണ്ടായിരിക്കും, നമുക്ക് രക്ഷയില്ല. നിങ്ങൾക്കാർക്ക് രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് രക്ഷയില്ല. അവിടെ ദാവീദ് ഭക്തൻ പറയുന്നു, രക്ഷയില്ല എന്ന് പറയുന്നതിനോട് പറയുകയാണ്, ഞാൻ നിന്നാൽ എൻ്റെ ദൈവത്താൽ അതിനെ ഞാൻ ചാടിക്കടക്കും. ശത്രു എത്ര ഉയർത്തി മലകൾ, മതിലുകൾ, ഗോപുരങ്ങൾ പണിത് ഉയർത്തിയാലും, എത്ര വലിയ ആമേൻ പ്രാർത്ഥനകൾ നടത്തിയാലും, എതിർ പ്രാർത്ഥനകൾ നടത്തിയാലും, ആമേൻ ആമേൻ ഹല്ലേലൂയ, ലോകത്തോട് അപേക്ഷ കഴിച്ചാലും, ഹല്ലേലൂയ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണോ അവൻ നിന്നെ ജയിക്കത്തില്ല. ഒരു ശക്തിയും ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കൽ, എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിൽ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവനെയും നീ മെതിച്ചു കളയും. നീ എന്നോട് പറ്റിയിരിക്കാൻ എൻ്റെ നാമത്തെ അറിയിക്കൽ, നിന്നെ ഞാൻ ഉയർത്തും. കഷ്ടകാലത്ത് നീ എന്നോട് കൂടെ ഇരിക്കും, എൻ്റെ രക്ഷയെ ഞാൻ നിന്നെ കാണിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ എത്ര പേർക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും, എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും, എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ദൈവമക്കളെ ക്ഷമാ നീ അതരാജനാദിയ
ആമേൻ. ഈ വചനത്താൽ വിരാമം കൊടുക്കുകയാണ്. അവൻ ഭക്തൻ പറയുന്നു, ഞാൻ നിന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്മേൽ പാഞ്ഞു ചെല്ലും. ആമേൻ. പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവം എന്നെ അവന് പ്രാർത്ഥനാക്കും. എന്നെ ലോകം പറയും, നിനക്ക് പ്രാർത്ഥന, നീ പ്രാർത്ഥന അല്ല, നിനക്ക് കഴിവില്ല, നിനക്ക് അറിവില്ല, നിനക്ക് യാതൊരു യോഗ്യതയുമില്ല, നിനക്ക് എന്താ കഴിയും? ഹല്ലേലൂയ. ശാന്തരാധര. നിന്നാൽ ഞാൻ എൻ്റെ പടക്കൂട്ടത്തിന് മേൽ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ നിന്നെ ആമേൻ ശത്രു ഉയർത്തി വെച്ചിരുന്ന മതിലുകൾ, ആമേൻ ആമേൻ ഗോപുരമേൻ മതിലുകൾ, ആമേൻ ഹല്ലേലൂയ തടസ്സങ്ങളെ ഞാൻ ചാടി കടക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ, ഞാൻ മടുത്തു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, ഞാൻ ഇടപെടാതെ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിച്ച് തരും. എനിക്ക് നന്മകൾ കർത്താവ് നൽകും. കർത്താവ് ഒരുക്കിച്ച നന്മകൾ എനിക്ക് നൽകുന്നു. പ്രാപിച്ചെടുക്കുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കുന്നു. എത്ര പേർ യേശുവിൻ്റെ നാമത്തിൽ നമ്മെ കരുതുന്നവൻ, നമ്മുടെ കാക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഓ ഹല്ലേലൂയ. അവൻ നിനക്ക് തണൽ, അവൻ നിനക്ക് നിന്ന് പകൽക്കാലത്തിൽ അവനാണ് നമ്മളെ നടത്തിയത് കേട്ടോ. അവൻ പാപന സഭയെ നടത്തി, ഇതുവരെ നടത്തിയത്. ഞാനിവിടെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 8-10 വർഷം വരെ 8 വർഷങ്ങളായി. ഇതുവരെ നമ്മുടെ ആലയത്തിൽ ഒരു ആത്മാവിന് കുറവ് വന്നില്ല കേട്ടോ. ആത്മാവ് പലതും പ്രാപിച്ചെടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു, പലരും പുറകോട്ട് പോയി. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവർ ഇവിടെ ഇന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുകയാണ്. അവൻ വിരാമം കൊടുക്കുകയാണ്. അവൻ തുടർന്ന് അവൻ കർത്താവിൻ്റെ ദാസൻ അവൻ